ബി.ജെ.പി. നേതാവ് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഒബായ് ഓസിയിൽ നിന്ന് പണമെടുത്തു എന്ന് ജീവനക്കാർ സമ്മതിക്കുന്ന തെളിവ് പുറത്ത്. എന്നാൽ കൃഷ്ണകുമാർ ആരോപിക്കും പോലെ 69 ലക്ഷം രൂപ നഷ്ടമായോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. കൃഷ്ണകുമാറും കുടുംബവും ജാതീയമായി ആക്ഷേപിച്ചുവെന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. എന്നാൽ ആരോപണങ്ങൾ കൃഷ്ണകുമാറും ദിയയും നിഷേധിച്ചു. ഇരുഭാഗത്തെയും പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. ജീവനക്കാർ തന്നെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളിലാണ് പണം എടുത്തു എന്ന് സമ്മതിക്കുന്ന കാര്യമുള്ളത്. എന്നാൽ കൃഷ്ണകുമാറും കുടുംബവും ആരോപിക്കുന്ന തരത്തിൽ 69 ലക്ഷം രൂപയുടെ കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ മുതൽ വ്യാജ QR കോഡ് സ്ഥാപിച്ച് പണം തട്ടിയെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. നികുതിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തങ്ങളുടെ പേരിൽ QR കോഡ് വെക്കാൻ പറഞ്ഞതാണെന്ന് ജീവനക്കാർ വെളിപ്പെടുത്തുന്നു. ഇപ്പൊ അവിടെ ജോലിക്ക് കയറിയിട്ട് 1 വർഷമായി. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് DMM നമ്മളെ അറിയിച്ചിരുന്നത്. ജാതി അധിക്ഷേപമുണ്ടായെന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാരുടെ പരാതിയിലുണ്ട്. നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പൊ നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ് നീയൊക്കെ, ക്രിമിനൽ എന്നാ പറഞ്ഞത്. വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. കാറിൽ കയറ്റി ഭീഷണിപ്പെടുത്തിയെന്നും നികുതി പ്രശ്നം കാരണം QR കോഡ് മാറ്റിയെന്നുമുള്ള ആരോപണങ്ങൾ ദിയ തള്ളി. ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിന്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. ഒരു ത്രെട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ചു. നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ ത്രെട്ടൻ. ജീവനക്കാരുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.